നമസ്കാരം. മലയാളികളുടെ അടുക്കളയിലെ ഒരു പ്രധാന ഐറ്റമാണ് ചമ്മന്തി. അപ്പം നമുക്കൊരു ന്യൂട്രീഷ്യസ് നല്ല ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു ചമ്മന്തി ഇന്ന് നമ്മൾക്ക് തയ്യാറാക്കാം കേട്ടോ. ഇത് കുറച്ച് മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയിലയാണ് നമ്മളുടെ ഇന്നത്തെ താരം. മുരിങ്ങയില വെച്ച ഒരു ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കുറച്ച് ചെറിയ ഉള്ളി വേണം, നാളികേരം വേണം, ഉപ്പ്, മാങ്ങയോ പുളിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം, വറ്റൽമുളക്. ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. പാനിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ആ വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. വറ്റൽമുളക് വറുത്തെടുത്തു. ബാക്കി എണ്ണയിൽ തന്നെ നമ്മളുടെ കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് ഫ്രൈ ആക്കാം. ഉള്ളിയും ഫ്രൈ ആയി കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ആൻറ്റി ഓക്സിഡൻ്റ് കലവറയായ മുരിങ്ങയില ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ധാരാളം കാൽസ്യവും മിനറൽസും വൈറ്റമിൻസും എല്ലാം ഉണ്ട് കേട്ടോ ഈ മുരിങ്ങയിലയിൽ. ഇതും ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. കളർ ഒട്ടും പോകാതെ വാട്ടിയെടുക്കണം മുരിങ്ങയില. അതും നമ്മൾ വാട്ടിയെടുത്തു കഴിഞ്ഞു. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം എല്ലാ ചേരുവകളും ചേർത്ത് അരയ്ക്കുകയാണ് വേണ്ടത്. വറുത്ത് വെച്ച വറ്റൽമുളകും പച്ചമാങ്ങയും ഉപ്പും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ചതച്ച ചേരുവയിലേക്ക് നാളികേരവും കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് കറക്കി എടുത്തതിന് ശേഷം വേണം മുരിങ്ങയിലിട്ട് അരയ്ക്കാൻ. നാളികേരവും കുഞ്ഞുള്ളിയും കൂടി ചതച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുത്ത് അരച്ചാൽ മതി. അപ്പോൾ ഹെൽത്തിയായ ഒരു ചമ്മന്തിയാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് താരം. ഹെൽത്തിയായ മുരിങ്ങയില ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്